നമ്മുടെ ഫോണിൽ ചാർജ് തീരുമ്പോൾ നമ്മളത് ഒരിക്കലും ഓഫ് ചെയ്ത് വെക്കാറില്ല. പകരം അത് ഒരു പവർ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്ത് അതിൽ ചാർജ് ആക്കുകയാണ് പതിവ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും മടുപ്പ് തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും മടുപ്പുകൾക്കിടയിലും അല്ലെങ്കിൽ നമ്മുടെ നിരാശയ്ക്കിടയിലും ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നൊരു വാക്കാണ് ഞാൻ ജീവിതത്തിൽ മടുത്തുപോയി എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊരു മറുപടി കിട്ടാതാകുമ്പോൾ തികച്ചും നമ്മൾ നിരാശരായി മാറാറുണ്ട്. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ എന്നുള്ള ആ വാക്യം നമുക്ക് തരുന്നത് വലിയൊരു പ്രത്യാശയാണ്. പ്രാർത്ഥന എന്നത് ദൈവത്തോട് പറയുന്ന ഒരു ലിസ്റ്റ് മാത്രമല്ല. പകരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ കൂടുതൽ പ്രചോദനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിൻ്റെ ഫലം ഉടനെ കാണുന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ അത് ആഴത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥന നിർത്തരുത്. മടുത്തു പോകാതെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. നിശബ്ദനായിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. ആമേൻ.